ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് 80യുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ മെയിനായിട്ട് രാവിലെ തന്നെ വലിയൊരു ഫൈറ്റും കാര്യങ്ങളാണ് നടന്നത്. ഈ പറഞ്ഞ പോലെ കുക്കിംഗ് ടീമുകാർ നേരെ പ്രോപ്പറായിട്ട് ഫുഡ് തന്നില്ല, തലേ ദിവസത്തെ ലഞ്ച് സ്കിപ്പ് ചെയ്തു, ഡിന്നർ മാത്രമേ കിട്ടിയത്, അങ്ങനെ കുറേ ഗ്യാസിൻ്റെ ഇഷ്യൂ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നൂറയും ആദിലും എല്ലാവരും ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അനുമോളൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ കിച്ചൺ ടീം കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണെന്ന് എനിക്ക് തോന്നി കാണുമ്പോൾ തന്നെ. പിന്നെ പറഞ്ഞ പോലെ ടാസ്ക് കുറേ നേരം നീണ്ടു നിൽക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ആര്യൻ മാത്രമാണ് അവസാനം വരെ നിൽക്കുന്നത് എല്ലാ ടാസ്കിലും. ഇപ്പം നെവിനാണെങ്കിലും അക്ബർ ഒരു പരിധി വരെ നിന്നിട്ടാണെങ്കിൽ അവർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ സമയം കുക്കിംഗ് ടീമിലോട്ട് നിൽക്കാം, കുക്കിങ്ങിൽ ഫോക്കസ് ചെയ്യാം. ഈ ഗെയിമിലിരിക്കാത്ത സമയത്ത് എന്താണെങ്കിലും അങ്ങനെ കുറേ ഇഷ്യൂസ് എല്ലാം ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഫുഡ് നേരെ പ്രോപ്പറായി കിട്ടിയില്ല, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടാസ്ക് കണ്ടത്, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക്. ആ ടാസ്കിനകത്ത് എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. കാരണം അക്ബറല്ല ഷാനവാസൊക്കെ പെട്ടെന്ന് എല്ലാ ഗെയിമും പെട്ടെന്ന് ആൾ ഗെയിമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നേരം നിൽക്കാം, പക്ഷെ ആ ഒരു ഗെയിം സ്പിരിറ്റിലോ ഇതിലും കാണാണ്ട് എല്ലാ ഗെയിമും തന്നെ പെട്ടെന്ന് തന്നെ ആൾ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് ആ ബോൾ കൊണ്ട് എറിയലായിരുന്നു എന്നുള്ള ഷാനവാസിൻ്റെ മെയിൻ കാര്യം ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ എറിയാണെങ്കിലും എല്ലാവരും ഒരുപോലെയല്ല എറിയുന്നത്. ഇപ്പം നവീൻ, അക്ബർ, ആര്യൻ, അനീഷ് ഇവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ എറിഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ബോൾ. പിന്നെ ഓരോരുത്തരായി വന്ന് പിന്നെ തമ്മിൽ അങ്ങോട്ട് വലിയ എറിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവസാനം ബിഗ് ബോസ് തന്നെ വാൺ ചെയ്തു, ഔട്ടായ ആൾക്കാരെ എറിയരുത് തമ്മിലെന്ന്. പിന്നെ എല്ലാ ഗെയിമിലും എനിക്ക് തോന്നുന്നു നൂറയും ആര്യനുമാണ് ലാസ്റ്റ് വരെ നിൽക്കുന്നത്. ചിലതിൽ മാത്രമാണ് സാബുമാൻ നിൽക്കുന്നത്. എന്താണെങ്കിലും ഇന്നലത്തെ ഗെയിമിൽ ആര്യൻ നിന്നു, ആര്യൻ ജയിച്ചു. അങ്ങനെ ആര്യൻ വീണ്ടും ഇതായി ഒരു പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ആര്യനും അതേപോലെ നൂറയും ഇരിക്കുന്നത്. അപ്പോൾ അറിയില്ല അവസാനം ആർക്കാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കിട്ടുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നൂറ് അല്ലെങ്കിലും ടോപ്പ് 5 എത്തും. പക്ഷേ ആര്യൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല പേഴ്സണലി ആര്യൻ എത്ര വോട്ടാണ്, എത്ര സപ്പോർട്ടാണ് എന്നൊക്കെ. അപ്പോൾ എന്താണെങ്കിലും അതാണ് നമ്മൾ ഇന്നലെ ടിക്കറ്റ് ഫിനാലയുടെ കാര്യം കണ്ടത്. പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ അനുമോൾ അവിടെ ഉറങ്ങുന്ന പോലെ കടക്കുകയാണ്. അനുമോൾ പറയുന്നത് വേറെ ആരോടോ സംസാരിച്ചിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് തോന്നിയത് അനുമോൾ ആരോടും അവിടെ സംസാരിച്ച് ഇരിക്കുന്നതായിരുന്നില്ല, വെറുതെ കിടക്കുന്നതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെവിൻ പോയി മുഖത്ത് വെള്ളം തെളിച്ചത്. അത് ആദിലയുടെ ക്യാപ്റ്റൻസിയിൽ ആദിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ഉറങ്ങുന്ന ആളുടെ മുഖത്ത് വെള്ളം തെളിച്ചിട്ടുണ്ട്. അത് മുമ്പത്തെ ക്യാപ്റ്റൻസിയിൽ പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. അതിനെ ആവശ്യമില്ലാതെ വെറുതെ ഊതി വെറുപ്പിച്ചതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ സ്ക്രീൻ സ്പേസ് കിട്ടാനായിരിക്കും. എന്താണെങ്കിലും അവസാനം അത് കഴിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ആ കുപ്പിയിലുള്ള വെള്ളം മൊത്തം എടുത്തിട്ട് ടീഷർട്ടിലാക്കി, നെവിൻ്റെ ടീഷർട്ടിലാക്കി. പിന്നെ അതിന് വീണ്ടും ഒരു റിയാക്ഷൻ പോലെ ഒരു പാത്രം വെള്ളം കൊണ്ട് അനുമോളുടെ ബെഡ് നനച്ചു. ഒരു ആവശ്യമില്ലാത്തൊരിതാണ് ഇതെല്ലാം. എന്നിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം പിന്നെ അനുമോൾ ആ ബെഡ് മാറ്റാണ്ട് അവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബെഡ് മാത്രം മാറ്റി പിന്നെ അവസാനം സോഫയുടെ അടിയിൽ പോയി കിടക്കുക. അങ്ങനത്തെ ഒക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് അത് രാത്രി നേരത്തെ ആര്യനും അക്ബറും ക്യാമറയിൽ കാണിക്കുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാണ്ട്. കാരണം ആ വീട്ടിനകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഈ ഔട്ടായ ആൾക്കാരുടെ ബെഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഔട്ടായിട്ടുണ്ട്, ബെഡ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് അവിടെ സോഫയുണ്ട്, പിന്നെ പുറത്ത് അവർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതൊന്നും കിട്ടാണ്ട് എന്തിനാണ് ഈ സോഫയുടെ അടിയിൽ പോയി കിടക്കുന്നത്, സോഫയുടെ ഒരു സൈഡിൽ പോയി കിടക്കുന്നത്? പക്ക സ്ക്രീൻ സ്പേസ് കിട്ടാനാണ്. അത് ഒരു ഇനിയിപ്പോൾ ഈ ലാലേട്ടൻ ഈ വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവുക, എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ തോന്നി പേഴ്സണലായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നലെ മെയിനായിട്ട് കണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും ഫുഡിൻ്റെ ഇഷ്യൂ ആണ്. ഫുഡ് ഇപ്പോൾ ഫ്ലോർ ടീമും വെസൽ ടീമും കുക്കിംഗ് ടീമും മാത്രമാണ് ജോലി ചെയ്യുന്നുള്ളൂ. ബാത്റൂം ടീമും ഫ്ലോർ ടീമും ജോലി ചെയ്യുന്നില്ല. അവർ ജോലി ചെയ്താലേ ഫുഡ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അക്ബറും ആര്യനും നവീനും പറയുന്നുണ്ട്. പണി ചെയ്ത ആൾക്കാർക്കേ ഫുഡ് കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കേണ്ട. അവസാനം അവർ ഫുഡ് കഴിക്കാണ്ട് അവർ കോമൺ ആയിട്ടുള്ള നാരങ്ങ എടുത്തിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുക. അവസാനം ഇവർ തന്നെ ഫുഡ് കഴിച്ചു
കഴിച്ചോ, കാരണം അവരത്രയും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തിയും കറി. അപ്പോൾ അത് വേസ്റ്റാണ്. 3-4 പേര് 2-3 പേര് കഴിച്ചില്ലെങ്കിൽ പോലും, കാരണം ആ വീട്ടിനകത്ത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുറച്ച് റേഷനേ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക. അല്ലാണ്ട് ഫുഡിനാണ് രാവിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ഇഷ്യൂ ഉണ്ടാക്കിയത്. തലേ ദിവസം ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വയറ്റിൽ ഗ്യാസ് കയറി പറഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയത്. അന്ന് രാത്രി തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടും അവർക്കത് കഴിക്കാൻ പറ്റിയില്ല. അവർ ക്ലീൻ ചെയ്യൂല, ഇനി ഞങ്ങൾക്ക് ഫുഡും വേണ്ട. അവസാനം അവർ തന്നെ പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഫുഡ് തരില്ല എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനെ പിടിച്ച് നിന്നിട്ട് അവർ കഴിക്കാണ്ടിരുന്നു. അപ്പോൾ അത് ഒരു ഇതിൽ പറയുമ്പോൾ ആ ഫുഡിനെ അത് ഡിസ്റെസ്പെക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ മെയിനായിട്ട് കണ്ടിരുന്നത്. ശരിക്കും അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഫുഡ് തരില്ല എന്നുള്ളത് അതും തെറ്റാണ്. അവസാനം അവരത് മാറ്റിയും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അവർ അറ്റ്ലീസ്റ്റ് അത് കഴിക്കണമായിരുന്നു. പക്ഷെ അതും അവർ ചെയ്തില്ല. എന്താണ്, രണ്ട് ഭാഗത്തുകാരുടെയും തെറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് കണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.